ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 7020 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 26 പേർ മരണമടഞ്ഞു. 91,784 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 6037 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. 734 ഉറവിടമറിയാത്ത ആളുകളുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 81 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 54,339 സാമ്പിളുകൾ പരിശോധന നടത്തി. 8,474 പേരാണ് രോഗമുക്തരായത്. മാസ്ക് പൊതുവെ ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിലും മാസ്ക് ധരിക്കാത്തവരുടെ എണ്ണവും വലിയ തോതിൽ കാണുന്നുണ്ട്. അപ്പോൾ മാസ്ക് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിൻ ഒന്നുകൂടി ശക്തിപ്പെടുത്തും. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം വരാനിരിക്കുകയാണ്. ദർശനത്തിന് ദിവസം 1000 തീർത്ഥാടകർ എന്ന നിലയിലാണ് ക്രമീകരിക്കുന്നത്. അവധി ദിവസങ്ങളിലും മകരവിളക്ക് ദിനത്തിലുമൊക്കെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായി വന്നേക്കാം. അതേപോലെ തന്നെ ഗസ്റ്റുമാരായിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതിലും എണ്ണം അധികരിക്കാതെ നോക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം 1000 ആളുകൾ തീർത്ഥാടകരായിട്ട് വരുമ്പോൾ അതിനാനുപാതികമായ ഗസ്റ്റുമാരും ഉണ്ടാകാൻ പാടുള്ളൂ. തീർത്ഥാടകർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല തീർത്ഥാടകർ വരും. അവർ കോവിഡ് രോഗബാധിതരായാൽ ഇവിടെ തന്നെ രോഗചികിത്സ സ്വീകരിക്കാൻ തയ്യാറാവുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചികിത്സയും ഇവിടെ നൽകും. എന്നാൽ അതല്ല, ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ് എന്നൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ട സംവിധാനങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് മരണമടയുന്നവർ ആശുപത്രിയിൽ നിന്ന് വിട്ടുകൊടുക്കുന്നതിൽ ചില കേസുകളിൽ മൃതദേഹം സംസ്കരിക്കുന്നതിൽ കാലതാമസം വരുന്നുവെന്ന് പരാതിയുണ്ടായിട്ടുണ്ട്. ഇത് സംഭവിക്കാതിരിക്കാൻ നല്ല ജാഗ്രത വേണം. ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തമ്മിലുള്ള ഏകോപനവും കൃത്യമായിട്ട് നടക്കണം. ഇപ്പോൾ ആശുപത്രി, നഗരസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതെല്ലാമായിട്ടുള്ള നല്ല ഏകോപനം ഇക്കാര്യത്തിൽ സംസ്കരിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ
10% ബെഡുകൾ കോവിഡ് രോഗികൾക്കായി റിസർവ് ചെയ്യണമെന്ന നിർദ്ദേശത്തിന് അനുസൃതമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ICU ബെഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ICU ബെഡുകൾ എംപാനൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ടെസ്റ്റിംഗ് നിരക്ക് കൂട്ടുന്നതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പൊതുസ്ഥലങ്ങളിൽ കിയോസ്കുകൾ കൂടുതലായി സ്ഥാപിക്കാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി 167 സ്ഥലങ്ങൾ കണ്ടെത്തി. അവയിൽ 57 ഇടങ്ങളിൽ ഇതിനകം കിയോസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് രോഗബാധിതരായവരിൽ മറ്റനാരോഗ്യമുള്ളവർ കൃത്യമായ ഇടവേളകളിൽ കോവിഡ് ടെസ്റ്റ് വീണ്ടും ചെയ്യേണ്ടത് അവരുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇക്കാര്യത്തിൽ വേണ്ട ബോധവൽക്കരണം സംസ്ഥാനത്ത് നടത്തും. അതിനാവശ്യമായ ക്യാമ്പയിൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുമുണ്ട്. കോവിഡാനന്തര ചികിത്സയുടെ പ്രാധാന്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്. കോവിഡ് രോഗബാധ വന്നുപോയതിനു ശേഷം നല്ല രീതിയിലുള്ള പരിചരണം രോഗികൾക്ക് ആവശ്യമാണ്. അതിനാവശ്യമായ പോസ്റ്റ് കോവിഡ് കെയർ സെൻറ്റർ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് കെയർ സിസ്റ്റവും ആരോഗ്യവകുപ്പ് രൂപീകരിക്കും. അതിനുള്ള മാർഗനിർദ്ദേശവും ഉടനെ തയ്യാറാക്കും. അതോടൊപ്പം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ടെലിമെഡിസിൻ സൗകര്യം ഇനിയും വിപുലപ്പെടുത്തും. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ കേസ് പെർ മില്യൺ 11,280 ഉയർന്നു. ദേശീയ ശരാശരി 5,790. അതിനനുസൃതമായി ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. 1,23,524 കേരളത്തിലെ നിലവിലെ ടെസ്റ്റ് പെർ മില്യൺ. ഇന്ത്യയിലത് 76,440. ഇന്നലെ വരെയുള്ള ആക്റ്റീവ് കേസുകളിൽ 3,885 പേർ കോവിഡ് ഹോസ്പിറ്റലുകൾ ചികിത്സയിലാണ്. കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ 2,786 പേർ. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ 10,478 പേർ. ഡൊമിസിലിയറി കെയർ സെൻ്ററുകളിൽ 1,495 പേർ. ഇതാണ് നിലവിൽ ചികിത്സ തേടുന്നവരുടെ സ്ഥിതി. വീട്ടിൽ തന്നെ ചികിത്സിക്കുന്നവർ 62,448 പേരുണ്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷന് 618,71,71 രൂപയും ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷന് 86,46,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് കഴിഞ്ഞ 50 ലക്ഷത്തിൽ പരം പേർക്ക് ഈ മാസം പെൻഷൻ ലഭിക്കും. അതാത് മാസത്തെ പെൻഷൻ
അതാത് മാസം തന്നെ വിതരണം ചെയ്യും എന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിരുന്നു. സർക്കാർ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അത് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. നെല്ല് സംഭരണത്തിൽ നിന്നും വിട്ടുനിന്ന സ്വകാര്യ മില്ലുടമകളുടെ സമരം പിൻവലിച്ചിട്ടുണ്ട്. അതോടെ സംഭരണം ആരംഭിച്ചു കഴിഞ്ഞു. സഹകരണ സംഘങ്ങൾ ഇതിനകം സംഭരിച്ച നെല്ല് സംസ്കരിക്കാൻ വേണ്ട സഹായം മില്ലുടമകൾ ചെയ്യും. ഒരു മാസത്തിനകം മില്ലുടമകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് പ്രധാനമായും കൊയ്ത്ത് നടക്കുന്നത്. ഈ വർഷവും റെക്കോർഡ് വിളവാണ് പ്രതീക്ഷിക്കുന്നത്. 2018 പ്രളയം വരുത്തിവെച്ച നാശനഷ്ടങ്ങളിൽ പ്രധാനമാണ് നമ്മുടെ ജൈവ വൈവിധ്യനാശം. പമ്പാ നദിയുടെ ഇരുകരകളിലും സമൃദ്ധമായി ഉണ്ടായിരുന്ന ജൈവ വൈവിധ്യം അപ്പാടെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടവയെല്ലാം പുനരുജ്ജീവിപ്പിക്കൽ അസാധ്യമാണ്. എങ്കിലും കഴിയുന്നത്ര എണ്ണം പുനരുജ്ജീവിപ്പിച്ച് പമ്പാ നദിയെ സംരക്ഷിക്കുന്നതിനാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ നേതൃത്വത്തിൽ പമ്പാ നദീതീര ജൈവ വൈവിധ്യ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ അവ നടത്തുന്ന പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിക്കും ആവാസ വ്യവസ്ഥക്കും യോജിച്ച രീതിയിലായിരിക്കണമെന്ന് പ്രളയത്തെ തുടർന്ന് UN നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പമ്പാ നദീതീര ജൈവ വൈവിധ്യ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത്. പമ്പാ നദീതീരത്ത് ജൈവ വൈവിധ്യ ശോഷണം കൂടുതലായി സംഭവിച്ചിട്ടുള്ള ഇലന്തൂർ, കോയിപ്പുറം, റാന്നി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ചെറുകോൽ, കോഴഞ്ചേരി, അയിരൂർ, റാന്നി, പഴവങ്ങാടി, അങ്ങാടി, പെരുന്നാട്, വടശ്ശേരിക്കര, വെച്ചുച്ചിറ, നാറാണമൂഴി ഇങ്ങനെ 10 ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തദ്ദേശീയവും വംശനാശ ഭീഷണി നേരിടുന്നതും പ്രദേശവാസികളുടെ ജീവസന്ധാരണത്തിന് പ്രയോജനപ്രദവുമാകുന്ന 64 സസ്യ ഇനങ്ങളുടെ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്.